ചിത്രപതംഗം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സിനിമാ മേഖലയിൽ പൊതുവെ സാങ്കേതിക രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഉള്ളവരാകട്ടെ നല്ല പോരാളികളുമാണ്. ആ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന പ്രതിഭാശാലിയായ ഒരു വനിതയാണ് ഇന്ന് ചിത്രപതംഗത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ളത്. സ്റ്റെഫി സേവ്യർ കോസ്റ്റ്യൂം ഡിസൈനറാണ്, സംവിധായികയാണ്. 2016 ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഡിസൈനർക്കുള്ള ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സ്റ്റെഫിക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു ചേച്ചി. വസ്ത്രാലങ്കാരമാണല്ലോ ആദ്യത്തെ തട്ടകം. നമുക്കപ്പോൾ ആ വിഭാഗത്തിലേക്ക് പോകാം. ഇപ്പം നമ്മൾ സിനിമയിലൊരു കഥാപാത്രത്തെ കാണുമ്പോൾ അയാളുടെ പ്രകൃതം, അയാളുടെ സ്വഭാവം, ആ കഥയ്ക്കുള്ളിലുള്ള അയാളുടെ പ്രസക്തി, അയാളുടെ രാഷ്ട്രീയം വരെ വെളിവാകുന്നുണ്ട് അയാളുടെ ആ ഒരു വസ്ത്രധാരണ രീതിയിൽ. ഇതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ഇത് എവിടെയാണ് ഈ പ്രോസസ്സിങ് ഇങ്ങനെ ആരംഭിക്കുന്നത്? അത് പറയാമോ? നമ്മൾ ആദ്യം ഒരു സിനിമയുടെ കോളുമായിട്ട് ഇപ്പം നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ആദ്യ സിനിമയെല്ലാം അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിയതാണ്. പിന്നീട് അതിനുശേഷമുള്ള സിനിമകൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ സൈഡിൽ നിന്ന് കോള് വരാറാണ് പതിവ്. നമ്മൾ വൺസ് ഒരു സിനിമ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്താൽ ആദ്യം ഡയറക്ടറെ മീറ്റ് ചെയ്യും. ഒന്നെങ്കിൽ അവർ ജസ്റ്റ് കുറച്ചൊരു ഐഡിയ ഒന്ന് ഇതാണ് നമ്മുടെ കഥ എന്നൊരു ചെറിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എന്നിട്ട് ഏതൊരു സിനിമ ആയാലും സ്ക്രിപ്റ്റ് വായിക്കാൻ തരും. അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിന് ശേഷം സംവിധായകൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ക്യാരക്ടർ ലിസ്റ്റ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്, അവർക്ക് എത്ര ചേഞ്ചസ് ഉണ്ട്, അതിൽ എത്ര ചേഞ്ചസിൽ എത്ര എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് കോസ്റ്റ്യൂം വേണം. അതായത് ഇപ്പം മഴ വരുന്നു, ചെളിയിൽ വീഴുന്നു, ഫൈറ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു 10 സീനിൽ ഒന്നിച്ച് ഒരേപോലെ കണ്ടിന്യൂറ്റി കോസ്റ്റ്യൂം വരുന്നു. അപ്പം നമ്മൾ ഒരെണ്ണം മാത്രമല്ല, അതിൻ്റെ റിപ്ലിക്കയില്ലേ എല്ലാം, ചെരുപ്പും കമ്മലും വാച്ചും ഡ്രസ്സും എല്ലാം അതിൻ്റെ 1, 2, 3 കോപ്പി നമ്മൾ കരുതാറുണ്ട്. സോ സംവിധായകൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഇതിൽ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം എന്തായിരിക്കും, അയാൾ എങ്ങനെ ആയിരിക്കാം, അയാളുടെ ഡ്രസ്സിങ് രീതി, എന്തെല്ലാം രീതി ഒഴിവാവണം എന്നുള്ളതെല്ലാം ഒരു പ്ലാൻ ഉണ്ടാകും. അതിനുശേഷം ക്യാമറാമാൻ്റെ കൂടെ ഇരുന്നിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ കളർ പാലറ്റ്, ഈ ടോട്ടൽ സിനിമ എങ്ങനെയാണ് വിഷ്വലി കളർ സ്കീം എന്നുള്ളതൊരു പ്ലാൻ ഉണ്ടാകും. അതിനുശേഷം ചില സിനിമകളിൽ ആർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും ഒരു കൊലാബറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഡയറക്ടറുടെ കൂടെ ഇരിക്കും. ദെൻ നമ്മളിരുന്ന് അതിനൊരു സ്കെച്ച് വേണമെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് എടുത്തിട്ട് ഒരു ഫയലെല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും പോയി ഒരു എല്ലാവരുടെയും കൂടെ മീറ്റിങ്ങിലിരുന്ന് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലുക്ക് എന്നുള്ളത് കാണിച്ചു കൊടുക്കും. അത് അപ്രൂവൽ ആയാൽ നേരെ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടാകും. സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ പർച്ചേസിങ്ങിന്, അതിലേക്ക് കിടക്കും. ആ ബഡ്ജറ്റിങ്ങും കൂടെ ശരിയായി കഴിഞ്ഞാൽ നേരെ പർച്ചേസിങ് അല്ലെങ്കിൽ ഡിസൈനിങ്, അതിന് എൻ്റെ കൂടെ ഒരു ടീം ഉണ്ടാകും. ആ ടീമിൽ ടൈലേഴ്സ് ഉണ്ടാകും, എൻ്റെ അസിസ്റ്റൻറ്റ് ഡിസൈനേഴ്സ് ഉണ്ടാകും, ലൊക്കേഷനിലുള്ള പിള്ളേരുണ്ടാകും. അങ്ങനെ ഒരു ടീമായിട്ട് ഞങ്ങൾ പർച്ചേസ്. അപ്പോൾ ഒരു സിനിമയുടെ ഒരു ടോട്ടാലിറ്റി വേണം അല്ലേ ഈ കോസ്റ്റ്യൂം ഡിസൈനർക്ക്? അതെ, അതിൻ്റെ കഥ വേണം, സ്ക്രിപ്റ്റ് വേണം, അതിൻ്റെ എല്ലാ ഒരു സംവിധായകൻ എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം വേണം. അതെ, ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇടയിൽ വെച്ച് നമ്മൾക്ക് കഥ അറിയാത്ത ആൾക്കാരായി പോയാൽ അത് എനിക്ക് മാത്രമല്ല എൻ്റെ ടീമിലുള്ളവർക്കും അങ്ങനെ വേണമെന്നാണ്. കാരണം നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്ത് പോകുമ്പം എല്ലാം ആദ്യത്തെ സീൻ ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം അങ്ങനെ അല്ലല്ലോ പോകുന്നത്. അത് ചിലപ്പം പല രീതിയിലായിരിക്കും ചാർട്ട് ചെയ്യുന്നത്. സോ എങ്ങനെ എവിടെ നിന്ന് എടുത്താലും അതെന്താ സംഭവം എന്ന് നമ്മൾ കഥ അറിയാതെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് ഈ സ്ക്രിപ്റ്റ് എന്താണെന്ന് മര്യാദയിൽ മനസ്സിലായി ഞാനും എൻ്റെ ടീമും അത്രയും അതിൽ ഇന്നാണെങ്കിൽ മാത്രമേ എന്തും എപ്പോൾ വേണേലും ചാർട്ട് മാറാം, ആർട്ടിസ്റ്റ് മാറാം, അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയുക എന്നുള്ളതാണ് ബേസ്. അപ്പോൾ ഈ വസ്ത്രാലങ്കാരം ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർക്ക് ചുരുങ്ങിയത് എത്ര ആളുണ്ടാവും ആ ടീമിൽ? നമ്മൾക്ക് അങ്ങനെ ഒരു കണക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയാം, ഇപ്പോൾ ഒരു ചെറിയ സിനിമയാണെങ്കിൽ 4 പേരെന്നെങ്കിലും മിനിമം പറയാം. എന്നാൽ അതേസമയം ഞാനിപ്പോൾ അവസാനം ഇപ്പോൾ റീസെൻറ്റ് റിലീസായി ചെയ്ത ആട് 3 എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കാണിക്കുന്ന ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. അന്ന് 21 പേരെന്ന് പറയുന്നത് വലിയ എണ്ണാണ്, വലിയ ടീമാണ്. പിന്നെ 21ഓളം പേര് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ചില സിനിമ ചെയ്യുമ്പോൾ 7 പേരായിരിക്കും, ചിലതിൽ 4 പേരായിരിക്കും. പക്ഷെ 4 പേരെങ്കിലും മിനിമം വരാറുണ്ട്. ചിരി
ഈ 2016 അവാർഡ് കിട്ടുന്നത് ഗപ്പി അല്ലേ? ഗപ്പി ഏതാണ്ട് തീരദേശത്തിന്റെ ഒക്കെ കഥയാണ് അല്ലേ? ഇവിടെയുള്ള ഒരു കൾച്ചറൊക്കെ വരുന്ന ഗപ്പിയിൽ അങ്ങനെ ഒരു തീരദേശ കൾച്ചർ ആണെങ്കിലും അത് കൊച്ചിന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല. ഒരു ഗോവൻ തീരദേശം പറയുന്ന രീതിയിൽ എന്നാ അത് ഷൂട്ട് ചെയ്തത് നാഗർകോവിലാണ്. അപ്പൊ നമ്മള് കൊച്ചിയിൽ അത് ഷൂട്ടേ ചെയ്തിട്ടില്ല. അപ്പൊ എവിടെയാണ് ഈ ടെറൈൻ, ഏതാണ് നാട് എന്നുള്ളത് ഈ പറഞ്ഞ ചേച്ചിക്ക് ഇപ്പൊ തോന്നി കൊച്ചിയാണെന്ന്. അങ്ങനെ പലർക്കും പല രീതിയിൽ കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരു കടലോരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒരുപാട് ഫ്ലോറൽ പ്രിന്റുകള്, അങ്ങനത്തെ കളേഴ്സ് ഇല്ലേ, ഗപ്പി മീനിലുള്ള മൾട്ടിപ്പിൾ വൈബ്രന്റ് കളേഴ്സ്, അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സംവിധായകൻ സജസ്റ്റ് ചെയ്തതാണോ അതോ നമ്മൾ തന്നെ സ്റ്റെഫി തന്നെ തീരുമാനിച്ചതാണോ ഇങ്ങനെയാണ് വേണ്ടത്? എനിക്ക് ജോൺ പോൾ എന്ന് പറഞ്ഞ ഡയറക്ടറും DOPയും കളറും ഏകദേശം ഒരു ഐഡിയയും തന്നിരുന്നു. പക്ഷെ അതിലുപരിയായിട്ട് അതിന്റെ ഒരു കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടല്ലോ അതിൽ. എനിക്കിങ്ങനെ ഇങ്ങനത്തെ പ്രിന്റ് ഇന്ന ആൾക്ക് കൊടുക്കാം. ഇപ്പൊ ഗപ്പിയുടെ സ്ട്രൈപ്ഡ് ടീഷർട്ട്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടറിന്റെ ഒരു പോസ്റ്റർ വരുമ്പോൾ തന്നെ ഇത് ഗപ്പിയാണ് എന്ന് ചേതൻ എന്ന് പറയുന്ന ആക്ടറെ കാണുമ്പോൾ തിരിയും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ടൊവിനോന്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ഒരു ഹിപ്പി ലുക്കിലുള്ള, അതും എവിടെ ഇപ്പോഴും ആ ഫോട്ടോ കാണിച്ചാൽ ഇത് ഗപ്പിയാന്ന് മനസ്സിലാകും. സോ അതെല്ലാം എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. ആൻഡ് അത് ആ സമയത്ത് അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ആളുകൾ കുറച്ചും കൂടെ അതിനൊരു സ്വാതന്ത്ര്യം, നമ്മുടെ ഇഷ്ടത്തിനുള്ള കളേഴ്സ്, നമ്മുടെ ഡിസൈനൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എപ്പോഴും സംവിധായകർ തരാറുണ്ടോ? എപ്പോഴും എന്നൊന്നും പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ അത് വളരെ വിരളമാണ്, എല്ലാരെയും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ചില സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായി ബ്ലോക്ക് പോലെ ആയിപ്പോകും. അതായത് ഇതിങ്ങനെ വേണം, അത് അങ്ങനെ വേണം, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കല്ല് മുത്ത് എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോഴും അതിനൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായ റെഫറൻസ്, നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമ്മുടേതായ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ പറയാതെ പറയുന്നത് പോലെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം വൺസ് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട്. പക്ഷെ അപ്പം അത് ചിലപ്പോൾ എൻ്റെതായ ഒരു ഡിസൈനർ എൻ്റെ ഒരു പരിപാടി അതിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ, ആദ്യ കാലഘട്ടത്തിൽ പറയാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അല്ല ഇത് ശരിയാവില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യം എല്ലാം വന്നപ്പോ ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഇപ്പൊ ഏതാണ് നമുക്കൊരു തൃപ്തികരമായിട്ട് തോന്നാറുള്ളത്? സംവിധായകന്റെ സെലക്ഷൻ ആണോ അതോ മൊത്തത്തിൽ നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ ചെയ്യുന്ന സിനിമകളാണോ? അതായത് എല്ലാ സിനിമയിലും സംവിധായകരുടെ ഒരു ഗൈഡൻസ് വേണം. അതൊരു പരിധി കഴിഞ്ഞ് എക്സ്ട്രീം ആകുമ്പോഴാണ് പ്രശ്നം വരാറുള്ളൂ. കാരണം സംവിധായകന്റെ ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ ഞാൻ പോകുന്നതും പുള്ളി പോകുന്നതും രണ്ട് വഴിയിലായി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോയാലേ അത് പുള്ളിയുടെ മനസ്സിലുള്ള ഒരു സംവിധായകൻ അയാളുടെ ഉള്ളിലുള്ള ക്യാരക്ടർ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നാലല്ലേ എനിക്ക് അതുമായിട്ട് കറക്റ്റ് ചേർന്ന് പോയി ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും അത് കംപ്ലീറ്റ് നന്നായിട്ട് വരണം എന്നില്ല. അതേസമയം നമ്മൾ ഭയങ്കരമായി ട്രസ്റ്റ് ചെയ്ത്, ഇപ്പം മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ആയാലും, ജിസ് ജോയി, അല്ലെങ്കിൽ ഞാൻ എസ്ര എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടർ, അവരെല്ലാം കുറച്ചും കൂടെ ഇങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറയുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ സിനിമ ഞാൻ ഏറ്റവും നന്നായി എന്നെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം നന്നായി ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഉള്ളിലൊരു തോന്നൽ വരുമല്ലോ. അങ്ങനെ വരാറുണ്ട്. ഇപ്പോ കുറേ അധികം സിനിമകൾ ചെയ്തല്ലോ, 100-ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ടാവും ഇപ്പം അല്ലേ? അതെ. അതിലിപ്പോ എടുത്തു പറയത്തക്കവണ്ണം ഇപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു സംഭവമായിരുന്നു ആടുജീവിതം. അത് സ്റ്റെഫിയാണല്ലോ ചെയ്തത്. അപ്പോൾ അവിടെ പോവുകയും ഇപ്പൊ മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുകയും അപ്പോൾ ഈ നജീബിന്റെ ഒപ്പം തന്നെ നടക്കുകയും ആ ഒരു ടീമിന്റെ ഭാഗമായിട്ട് അവസാനം വരെ നിൽക്കുകയൊക്കെ വേണ്ടി വന്നിരിക്കും അല്ലേ? അപ്പം ആ അനുഭവം ഒന്ന് പറയാമോ? ആടുജീവിതം 7 വർഷത്തോളം എടുത്തു. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് അത് റിലീസ് ആവുന്നത് വരെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ആടുജീവിതം ഒരു അത്ഭുതമാണ് ജീവിതത്തിൽ സംഭവിച്ചത്. ഇനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുമായിരിക്കാം, പക്ഷെ അതിൽ ഞാൻ ഉണ്ടാവുമോന്നും പറയാൻ പറ്റില്ല. അന്ന് ആടുജീവിതം എന്ന് പറയുന്ന നോവല് സിനിമയാകുന്നു, ബ്ലിസാറിന്റെ സിനിമയിൽ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ആ സമയത്ത്
ആ ക്രൂവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സിനിമകളുടെ എണ്ണത്തിൽ ഏറ്റവും എണ്ണം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. ഓസ്കാർ വിന്നേഴ്സായ ടെക്നീഷ്യൻസിന്റെ കൂടെ ഇത്രയും വലിയ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര എന്തിനാണ് എന്നെ ബ്ലെസ്സാർ എന്നെ എങ്ങനെ ആള് മാറിപ്പോയതാണോ അങ്ങനെ വരെ തോന്നിയിട്ടുണ്ട്. ബ്ലെസ്സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ഈ കാലഘട്ടം നമ്മൾ ഇങ്ങനെ ഒരു ഇന്ന ഇയർന്നൊന്നും സിനിമയിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഏകദേശം ഒരു കാലഘട്ടം ഫീൽ ചെയ്യണം. ആ കാലഘട്ടം എന്താണെന്നും പിന്നെ സാറിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഒരു പാർട്ട് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു ഈ 7 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 7 വർഷത്തോളം. അപ്പോൾ നജീബിനെയും ഖാദരീനെയും ഹക്കിമിനെയും സൈനുവിനെയും എല്ലാം സാറിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഉള്ളിൽ നജീബ് ഇടുന്ന ഒരു നീല ചെക്ക് ഷർട്ട് എന്താണ് മരുഭൂമി ചെല്ലുമ്പോൾ എന്നുള്ളത് സാറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് എന്നെ കാണുമ്പോഴേ ഇങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞു തന്നു. നജീബ് മരുഭൂമിയിലെത്തുമ്പോൾ ഇടുന്ന ഒരു ഷൂവിൻ്റെ ഒരു ഫോട്ടോ സാറ് റഫായിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു. ഇതെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്തെടുക്കുകയായി ചെയ്തത് എല്ലാം. അപ്പം അത് വായിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു അത് വലിയൊരു റിസർച്ചും കൂടെ ഉണ്ടായിരുന്നു. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നമുക്കൊരു ഷോപ്പിൽ പോയി റെഡിമെയ്ഡ് വാങ്ങി അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ ഷൂട്ട് ഇന്നിരുന്ന് തുന്നാം നാളെ കൊടുക്കാം എന്ന് പറയുന്നതല്ലല്ലോ. അതിൽ കാലഘട്ടങ്ങൾ അടയാളപ്പെടുത്തുന്നത്, നജീബ് വർഷങ്ങൾ മരുഭൂമിയിൽ ട്രാവൽ ചെയ്യുന്നത്, ആ കാലപ്പഴക്കം മുഴുവൻ ഒറ്റ കോസ്റ്റ്യൂമിലാണ് അതിൽ വീഴുന്ന. പാലിൻ്റെ കറിയാവട്ടെ ചോരക്കറിയാവട്ടെ, അത് ഉണങ്ങുമ്പോൾ എങ്ങനെയിരിക്കും, കുറേ നാൾ കഴിഞ്ഞ് പൊടി വീഴുമ്പോൾ എങ്ങനെയിരിക്കും, ഇതെല്ലാം ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഡയറക്ഷൻ ടീമും കോസ്റ്റ്യൂം ടീമും ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആടുജീവിതം ഇപ്പം നിങ്ങൾ കാണുന്ന ഇപ്പൊ ഈ ഷൂ ഒക്കെ ഹാൻഡ് മെയ്ഡ് ആണെന്ന് പറഞ്ഞു. ഇതാരാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരാളാണോ അതോ നമ്മൾ നേരിട്ടാണോ ഇത് ചെയ്യുന്നത്? ഇത് എനിക്ക് ചെയ്യാൻ വേണ്ടി ചെന്നൈയിലും ഹൈദരാബാദും ഇതിനു വേണ്ടി തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം അതിന്റെ ഡള്ളിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് യൂസ്ഡ് ആയിട്ട് തോന്നുന്ന അത്തരം കാര്യങ്ങൾ എൻ്റെ ഇവിടുത്തെ എറണാകുളത്തുള്ള ടീമുണ്ട്, എൻ്റെ ടീം മെമ്പേഴ്സ്. അവരത് നമ്മൾ ഏത് രീതിയിലാണ് അത് തേഞ്ഞു പോകേണ്ടത്, ഏത് രീതിയിൽ കീറണം എന്നൊക്കെയുള്ളത് നമ്മൾ ഇവിടുന്ന് ചെയ്യും. പക്ഷെ അതിന്റെ ബേസ് ആയിട്ടുള്ള ഇത്തരം പ്രോപ്പർട്ടി ലൈക്ക് ആക്സസറീസ് ഇങ്ങനത്തെ സാധനങ്ങൾ പുറത്താ ചെയ്യാറ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് ചോദിക്കുകയാണ്, ഈ നജീബിന്റെ തന്നെ ഷൂ എത്ര എണ്ണം നിങ്ങൾ ഉണ്ടാക്കി? എൻ്റെ ഓർമ്മയിലൊരു 4 എണ്ണോ മറ്റോ ചെയ്തു. കാരണം 7 വർഷത്തോളം എടുത്ത ഷൂട്ടായതുകൊണ്ട് പലതവണയും നമ്മളിത് ലെതറിൽ ചെയ്യുന്നത് കൊണ്ട് പൂത്തു പോവാറുണ്ട്. 1 വർഷമൊക്കെ എടുക്കുമല്ലോ. ഒരു തവണ 1 ഇയർ ഗ്യാപ്പ് എല്ലാം വരാൻ നേരത്ത് എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തൊരു അവിടെ ലോക്കായല്ലോ, അന്നേരം അവിടെ ജോർഡനിൽ വെച്ചിട്ടാണ് കോസ്റ്റ്യൂം ബോക്സ് എല്ലാം അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അത് അവരുടെ ഗോഡൌണിൽ ഇരുന്ന് പിന്നീട് 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മള് കാണുന്നത്, ഈ കോസ്റ്റ്യൂം നമ്മളെ കാണുന്നത്. അപ്പൊ നമ്മൾ അതിനൊക്കെയുള്ള കോപ്പി ഇവിടുന്ന് സേഫ്റ്റിക്ക് കൊണ്ടുപോയിരുന്നു. अंदर से कोई बाहर न जा सके. ഏഴ് വർഷം എടുത്തു ഈ ഒരു സിനിമ പൂർത്തിയാകാൻ. അപ്പൊ സ്റ്റെഫി ഇതിനിടയ്ക്ക് മറ്റു സിനിമകളൊന്നും ചെയ്തില്ല? ചെയ്തു. ഞാൻ അതിന്റെ ഇടയിൽ ഒരു 70 സിനിമ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ അത് അനുവദനീയമാണോ? ആണ്. അങ്ങനെ ഇപ്പോൾ ഒരു ടെക്നീഷ്യന്റെ അടുത്ത് ഇപ്പോൾ ഒരു DOP അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഒരു ഡയറക്ടറെല്ലാം ആണെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അവർ ആ സെറ്റിൽ ത്രൂ ഔട്ട് വേണ്ടി വരും. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ കോസ്റ്റ്യൂം, മേക്കപ്പ്, ആർട്ട് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം മ്യൂസിക് അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുറച്ചും കൂടെ പ്രീ പ്രൊഡക്ഷനിലാണ് നമ്മൾ പർച്ചേസിങ്ങും ഡിസൈനിങ്ങും എല്ലാം ആയിട്ടുള്ളത്. പിന്നെ എല്ലാ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ കോസ്റ്റ്യൂം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതിന് ഏറ്റവും പ്രാപ്തരായിട്ടുള്ള എൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഷൂട്ടിന് മുമ്പ് തന്നെ കോസ്റ്റ്യൂമിൻ്റെ ലുക്ക് ടെസ്റ്റ്, എല്ലാവരുടെയും കോസ്റ്റ്യൂം നമ്മൾ ക്യാമറാമാനെയും ഡയറക്ടറെയും എല്ലാം കാണിച്ചിട്ട് അപ്രൂവൽ വാങ്ങിയിട്ടുണ്ടാകും. പിന്നെ എത്ര അഡ്വാൻസ്ഡായി നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും എല്ലാ സിനിമയ്ക്കും ലാസ്റ്റ് മിനിറ്റ് ലൊക്കേഷനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ഒരു ഓട്ടം വരും. അതങ്ങനെയാണ്. നമ്മൾ എല്ലാ ദിവസവും ടെൻഷൻ ഉണ്ടാവും. ഒരു ലൊക്കേഷൻ കോൾ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ തീയായിരിക്കും. എന്തെങ്കിലും പ്രശ്നം വന്നോ, അല്ലെങ്കിൽ കീറുവോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരുന്നോ, അളവ് മാറിയോ,
എപ്പോഴും ലൊക്കേഷൻ കോൾ വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് കോൾ എടുക്കാൻ പേടിയാ, ഇന്നും അന്നും എന്നും. അപ്പം നമ്മൾ ഒരു സിനിമ സെറ്റ് ആയി കഴിഞ്ഞാൽ പാരലലി നമ്മൾ അടുത്ത സിനിമയുടെ വർക്കും ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെയുള്ള നമ്മുടെ അസോസിയേറ്റ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കും, ഇടയിൽ ഇവിടെയും പോവും അവിടെയും പോവും, അങ്ങനെയൊക്കെ മാനേജ് ചെയ്യും. നമ്മുടെ ഈ കോൺസെൻട്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറില്ലേ, ഏകാഗ്രത പോയില്ലേ? ഇപ്പോൾ മരുഭൂമിയിൽ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ ഒരു സ്ഥലത്ത് നിന്നും നമ്മളൊരു മെട്രോ സിറ്റിയിലേക്ക് മാറി മറ്റൊന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ നിൽക്കുമോ? അതോ മൈൻഡ് വർക്കിന്റെ കാര്യത്തിൽ നിൽക്കും, പേഴ്സണൽ കാര്യത്തിൽ നിൽക്കുമെന്നാണ് ഡൗട്ട്. അതൊരുപാട് അതിൽ കുറച്ച് 2-3 കിളിയൊക്കെ പോകും. ഇപ്പൊ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ മറന്നൊക്കെ പോകും, അതൊക്കെ ശരിയാണ്. പക്ഷെ മറ്റത് കറക്റ്റ് ഓർമ്മ ഉണ്ടാവും. നമ്മുടെ കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല എന്ന് മാത്രം. അതാണല്ലോ നമ്മളെ ഈ മേഖലയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അതെ, അപ്പൊ നമ്മളോട് ആരെങ്കിലും ഇപ്പൊ സ്റ്റെഫി നീ 2 പടം 3 പടം 1 മാസം ചെയ്യണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് എന്റെ ഇഷ്ടമായതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ ഞാൻ മാത്രം അങ്ങനെ. അപ്പൊ പ്രധാനപ്പെട്ട ഡിസൈനർ സ്ഥലത്തില്ലെങ്കിൽ പോലും ടീമിൽ 1-2 പേര് എപ്പോഴും ഷൂട്ടിംഗ് സ്ഥലത്ത് ഉണ്ടാവും അല്ലേ? ടീമിൽ ആ സിനിമയ്ക്ക് നമ്മൾ എത്ര പേരെയാണോ നിശ്ചയിച്ചത് അവരെല്ലാവരും രാവിലെ കോൾ ഷീറ്റ് തുടങ്ങുമ്പോൾ പോലെ രാത്രി വരെ അവിടെ ഉണ്ടാകും. ചിലപ്പം എന്തെങ്കിലും പെട്ടെന്നൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ അസോസിയേറ്റ് അവിടെ അടുത്തുള്ള കടയിൽ പോയി മേടിച്ചിട്ട് ഓടി വരും, ഞാൻ അവിടെ ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്കുന്ന സാധനം എടുക്കാൻ പോവും, കളക്ട് ചെയ്യാൻ പോവും, റെന്റിന്റെ സാധനം എടുക്കാൻ പോവും. അല്ലാതെ എൻ്റെ ടീം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും, ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ, സ്പോട്ടിൽ. അതായത് മോണിറ്ററിന്റെ സൈഡിൽ തന്നെ നമ്മുടെ ഒരാള് ഉണ്ടാകും. അപ്പോൾ ഈ ആടുജീവിതം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും സ്റ്റെഫി ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഡെസേർട്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ പോയിട്ടുണ്ടായിരുന്നില്ല. മരുഭൂമിയിൽ ഷൂട്ട് ചെയ്തപ്പം കുറച്ച് ദിവസം ഞാൻ പോയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ നിന്നു. എൻ്റെ കൂടെയുള്ള സനൂജും റാഫി, സുൽഫി, അങ്ങനെ 3 പേര്. ഞാൻ ആടുജീവിതം എൻ്റെ വർക്ക് നന്നായി എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ സനൂജിൻ്റെയും റാഫിയുടെയും സുൽഫിയുടെയും പേര് പ്രത്യേകിച്ച് പറയും. അവര് അത്രയും, കാരണം സ്പോട്ടിലാണ് ഇംപ്രൂവൈസേഷൻ വരുന്നത്. കാരണം കീറുന്നു, ബ്ലഡ് വീഴുന്നു, അതൊന്നും നമുക്ക് ഇവിടുന്ന് ചെയ്ത് അങ്ങനെ അവിടുന്ന് ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോൾ അല്ലേ ഇത് തെറിക്കുന്നതെല്ലാം. അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി അവരവിടെ നിന്നിട്ടാണ് ബ്ലഡ് സ്പ്ലാഷ് ചെയ്തിട്ട് ഓക്കെ മാർക്ക് വീഴ്ത്തുക. കുറച്ചും കൂടെ വേറെ ലൊക്കേഷൻ സ്പോട്ടിൽ നിന്നിട്ടുള്ള ഡിസൈനിങ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവരും ഭയങ്കര എന്റെ കൂടെ 7 വർഷം നിന്ന്. പിന്നെ എന്തുകൊണ്ടാണ് അന്ന് പോകാതിരുന്നത്? ഇവിടെ വേറെ വർക്ക് ഉണ്ടായിരുന്നു. അതെ, ആ ഒരു ഷെഡ്യൂൾ പോവാതിരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ കുറച്ച് ദിവസം പോവാതിരുന്നത് കാരണം ഇവിടെ ഇത് എപ്പോഴും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നില്ല. ഇപ്പൊ ഈ മാസമായിരിക്കും പോകുന്നത്, അത് കുറച്ച് നാൾ മുമ്പല്ലേ അറിയുന്നത്. അപ്പൊ ഇവിടെയുള്ള കമ്മിറ്റ്മെന്റ്സും ഓൾറെഡി ഉണ്ടാകും. അപ്പോൾ പിന്നെ അത് കുറച്ച് കണ്ടിന്യൂറ്റിയിലോട്ട് വന്നിരുന്നല്ലോ, ഒരു കോസ്റ്റ്യൂം എന്നുള്ള രീതിയിലേക്ക്. ഡെസേർട്ട് മുതൽ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കോസ്റ്റ്യൂം ആണല്ലോ വരുന്നത്. അപ്പൊ അത് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയതിന് ശേഷം കുറച്ച് ദിവസം ഞാൻ പോയില്ല. പോകാതിരുന്നാലും കുഴപ്പമില്ല, അതൊക്കെ അത് ആദ്യമേ അറിയായിരുന്നു. അതിനുള്ള അനുമതിയൊക്കെ ഉണ്ട്. ബ്ലസ് സാർ അത് കുറച്ച് ദിവസത്തെ എക്സ്ക്യൂസ് ഒക്കെ തരും. എല്ലാ സംവിധായകരും അങ്ങനെ തന്നെയാണ്. ആണ്. ഇപ്പൊ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ സെറ്റ് നിൽക്കണം എന്ന് ആരും പറയാറില്ല. കാരണം ഡിസൈനറുടെ വർക്ക് എന്ന് പറയുന്നത് സെറ്റിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങലും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യലും അതിന് മുമ്പുള്ള അവരുടെ ട്രയലും ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയറുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം അൻവർ. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ചിത്രപതംഗത്തിൽ കേൾക്കാം. ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം.